കെ.വി. സെബാസ്റ്റ്യന് അറ്റകുറ്റപ്പണി. എന്തൊക്കെയാടാ ഈ പത്രത്തില്? കെ.വി. സെബാസ്റ്റ്യൻ അല്ല ചേട്ടാ, കെ.വി. സബ്സ്റ്റേഷൻ എന്നാ. ആ തൊമ്മൻ നിങ്ങളെ ചീത്ത വിളിച്ചു അല്ലയോ? അവൻ എന്നെ പറ്റി ഒരു അനാവശ്യം പറഞ്ഞ് നടക്കുന്നുണ്ട്. അതൊന്ന് ചോദിക്കണം. ചോദിക്കാൻ പോയാ അവന് പിന്നെയും പറയാനേ കാണൂ. കഴിഞ്ഞ ദിവസം അവൻ എന്നെ പിച്ചാത്തി എടുത്ത് കാണിച്ചടി. അവനെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ല, 2 തല്ലു കൊടുക്കണം. അവൻ തല്ല് മേടിക്കാൻ തന്നെ നടക്കുവാ. എന്നാ പിന്നെ അവന് പോലീസ് ചേരാൻ മേലായിരുന്നോ? മാർക്കറ്റിൽ നല്ല കൂലിത്തല്ലുകാർ കാണും, അവരെ ആരെയും കൊണ്ട് തല്ലിച്ചാ മതിയെന്നേ. കാശ് എത്ര ആയാലും വേണ്ടിയല്ല. ഞങ്ങളുടെ ഗുരുക്കളുണ്ട്, മറുതാന്ന് കേട്ടിട്ടില്ലേ? പഴയ പേരെടുത്ത ഗുണ്ടയാ, ഇപ്പം പ്രായമായി. എന്നാൽ എന്താ, 4 പേര് വന്നാ പോലും തൊടാനൊക്കെയല്ല. തൊമ്മനാട് മഹാപോക്രിയ. അവരിട്ട് 2 കൊടുക്കാൻ മറുതാ ഗുരുക്കൾക്കാവോ? ഏത് തൊമ്മൻ? പോകാൻ പറ. ഏവനായാലും ഗുരുക്കൾക്ക് പുല്ല. കുത്താൻ പാഞ്ഞു വന്ന കാളെ കൊമ്പെ പിടിച്ച് കറക്കി ഷൂന്ന് നിലത്തടിച്ച ആളാ ഗുരുക്കള്, അറിയാവോ? ഞാനിപ്പോ തല്ലുകേസിനൊന്നും പോകാറില്ല. വല്ല കൊലപാതകമോ മറ്റോ ആണെങ്കിൽ നോക്കാം. അയ്യോ, കൊല്ലുവൊന്നും വേണ്ട, 2 തല്ലു കൊടുത്താ മതി. ഗുരുക്കളെ, നമ്മുടെ വേണ്ടപ്പെട്ട കേസാ. ഇവൻ പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഏൽക്കാം. തല്ലി സൂപ്പാക്കുന്നതിന് 5000 എന്റെ ഫീസ്. അത് മുൻകൂർ തരികയും വേണം. കാശൊക്കെ ഇപ്പൊ തന്നെ തന്നേക്കാം. ഇതാ. വയസ്സ് 90 ആയെങ്കിലും ആനയുടെ കരുത്ത ഇതേവരെ ഒരു പനി പോലും വന്നിട്ടില്ല, അറിയാവോ? അപ്പോ ഈ പ്രായത്തിലും പ്രഷറും ഷുഗറും ഒന്നും ഇല്ലേ? പ്രഷറുണ്ട്. ഈ പ്രഷർ എന്ന് പറഞ്ഞതേ ഇതേപോലെ ഓരോരുത്തർ ഓരോ കാര്യത്തിനും വന്ന് പ്രഷർ ചെയ്യുന്ന കാര്യമാ. അതാ തൊമ്മൻ. നില്ലടാ അവിടെ, പോയി അടികൊടു ഗുരുക്കളെ. ഗുരുക്കൾക്ക് എന്താ ഒരു വല്ലായിക? നെഞ്ചിനകത്തൊരു പിടുത്തം. ഗ്യാസിന്റെയാ. എടാ, നാക്കിനടിയിലിടുന്ന ഗുളിക എടുത്തേ. ഇതാ ഗുരുക്കളെ ഗുളിക. ഗുളിക കഴിച്ചിട്ടും കുറവില്ലല്ലോടാ. അയ്യോ കാളിമാതാവേ, അയ്യോ. ഒരു 4 ഗുളിക ഒന്നിച്ചു കൊടുക്കും. അതിന് നാക്ക പൊങ്ങിയിട്ട് വേണ്ടേ? ഏടാ കൂടെ ആയോ? അയ്യോ, എന്റെ ഗുരുക്കള് പോയേ. അയ്യോ, ഞങ്ങൾ ഇനി എന്നാ ചെയ്യും? എന്റെ ദൈവമേ, ഞങ്ങളുടെ ഗുരുക്കള് പോയേ. അയ്യോ. വേണ്ടേ, ആ ഗുണ്ടയുടെ ശിഷ്യം വന്നിട്ടുണ്ട്. സംഘട്ടനത്തിൽ കളവൻ മരിച്ചു എന്നാ പോലീസ് റിപ്പോർട്ട്. 5000 രൂപ കൊടുത്താലേ പ്രേരണാക്കുറ്റം ഒഴിവാക്കി തരാമെന്നാ അയാള് പറയുന്നത്. എന്നതാന്ന് വെച്ചാ കോട്. അപ്പൻ 500 അടുത്തേച്ച് ബാക്കിതാ. ഞങ്ങളല്ലേ കോളൊപ്പിച്ചു വന്നത്.